11 മാർച്ച് 2002 സൗദി അറേബ്യയിലെ മക്കയിലെ ഒരു ഗേൾസ് സ്കൂളിൽ 15ഓളം പെൺകുട്ടികൾ തീപിടുത്തത്തിന് വെന്തു മരിച്ചിരുന്നു. 50ഓളം പെൺകുട്ടികൾക്ക് ഗുരുതര പരിക്കേൽക്കുകയും ചെയ്തു. എത്ര പേർക്ക് ഈ ഒരു വാർത്ത ഓർമ്മയുണ്ടെന്നറിയില്ല. ഇങ്ങനെയൊരു സംഭവം സൗദിയിൽ നടന്നിരുന്നു. 24 വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണിത്. സൗദി അറേബ്യയിലെ ആ ഒരു കാലഘട്ടം അറിയാമല്ലോ. സലഫിസവും വഹാബിസവും എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന ഒരു സമയം. ആ സമയത്ത് സ്ത്രീകൾക്ക് പർദ്ദയും ഹിജാബും ധരിക്കാതെ പുറത്തിറങ്ങാൻ കഴിയില്ല. ക്ലാസ് റൂമിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പെൺകുട്ടികൾ ഇതെല്ലാം അഴിച്ചു മാറ്റും. എന്തിന്? അവർക്ക് ശ്വാസം കിട്ടണമല്ലോ, അതിനു വേണ്ടിയിട്ട്. സ്കൂളിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ പെൺകുട്ടികൾ പെട്ടെന്ന് ഇറങ്ങിയോടി ബഹളം വെച്ചുകൊണ്ട്. ഒരു അപകടം വരുമ്പോൾ മനുഷ്യൻ ആദ്യം നോക്കുന്നത് ജീവനാണ്, അല്ലാതെ മതത്തെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കില്ല. ഈ പാവം പെൺകുട്ടികൾക്ക് അതുകൊണ്ട് തന്നെ ഈ പർദ്ദയും ഹിജാബും ഒന്നും ഇടാനുള്ള സമയം അവർക്ക് കിട്ടിയില്ല. അവരിറങ്ങി ഓടി. പക്ഷെ പുറത്തിറങ്ങിയപ്പോ സഹായിക്കേണ്ടവർ, അതായത് മുത്തഹ എന്ന റിലീജിയസ് പോലീസ് ഈ രക്ഷപ്പെടാൻ വേണ്ടി പുറത്തിറങ്ങിയ പെൺകുട്ടികളെ തിരിച്ചകത്തേക്ക് കയറ്റി. തീപിടിക്കുന്ന ക്ലാസ് റൂമുകളിലേക്ക് പറഞ്ഞയച്ചു. ഓർക്കണം, എന്തിനെന്നോ? വസ്ത്രധാരണം ശരിയല്ലാത്തതിന്റെ പേരിൽ പർദ്ദയും ഹിജാബും ധരിച്ച് മാത്രമേ പുറത്തിറങ്ങിയാൽ മതി എന്ന് അവർ പറഞ്ഞു. അങ്ങനെ തിരിച്ചു കയറിയതിൽ 15ഓളം കുട്ടികൾ തീനിരയായി മാറി. അതിനുശേഷമാണ് 2016 സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാന്റെ ചുവടുവെപ്പ്. സ്ത്രീകൾക്ക് യാതൊരു സ്വാതന്ത്ര്യം ഇല്ലാതിരുന്ന ഒരിടത്ത് നിന്നും, അതായത് കംപ്ലീറ്റ്ലി സ്ത്രീകളെ അടിച്ചമർത്തപ്പെട്ട ഒരിടത്ത് നിന്നും ഈ 2024 മിസ് യൂണിവേഴ്സ് സൗന്ദര്യ മത്സരത്തിൽ പങ്കെടുക്കാൻ റൂമി അൽ ഖത്താനി എന്ന സൗദി പെൺകുട്ടി പോകുന്നു. ഇത് സൗദി എന്ന ഇസ്ലാമിക രാഷ്ട്രത്തിലെ സ്ത്രീകൾക്ക് മാത്രമല്ല, എല്ലാ സ്ത്രീകൾക്കും കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമായി ആണ് മാറാൻ പോകുന്നത്. സൗദിയുടെ ഈ കാടൻ ചിന്തകൾക്കും നിയമങ്ങൾക്കും ഫുൾ സ്റ്റോപ്പ് ഇട്ടുകൊണ്ട് പുതിയൊരു സൗദി ഉയർന്നെഴുന്നേൽക്കാൻ പോവുകയാണ്. മുഹമ്മദ് ബിൻ സൽമാന്റെ ഭരണ പരിഷ്കരണങ്ങളെ കുറിച്ച് ഒരിക്കൽ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഇതിപ്പോ ഒരുപാട് മാറ്റങ്ങളാണ് സൗദിയിൽ നിന്നും ഓരോ ദിവസം കൂടുമ്പോഴും കേൾക്കാൻ കഴിയുന്നത്. വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സൗദി എന്ന് പറയുന്നത് സലഫിസത്തിൽ മുങ്ങിക്കിടക്കുന്ന ഒരു രാജ്യമായിരുന്നു. ലോകത്ത് മുഴുവൻ സലഫിസത്തിന് ഫണ്ട് ചെയ്തത് സൗദി ആയിരുന്നു. ഈ മുഹമ്മദ് ബിൻ സൽമാൻ വന്നതിന് ശേഷമാണ് സലഫിസവും വഹാബിസവും സൗദിയിൽ നിന്ന് നീക്കം ചെയ്തത്. അതിനുശേഷം സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കൊടുത്തു. അതുപോലെ തന്നെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പോലും സൗദിയിൽ കഴിയില്ലായിരുന്നു. ഇതെല്ലാം എടുത്തു മാറ്റി. അവിടെ കാസിനോസ് വന്നു, തിയേറ്റേഴ്സ് വന്നു, മദ്യ ഷോപ്പുകൾ ഓപ്പൺ ചെയ്തു. ഈ അടുത്ത കാലത്ത് കൊണ്ടുവന്ന ഒരു നിരോധനമായിരുന്നു നൊയമ്പ് സമയത്ത് ഇഫ്താർ പാർട്ടികൾ പള്ളികളിൽ പാടില്ല എന്നത്. അതെല്ലാം നിരോധിച്ചു. UAE പണ്ട് നോമ്പ് കാലത്ത് കടകളൊന്നും തുറക്കാൻ സമ്മതിക്കില്ലായിരുന്നു. ഇന്നിപ്പോ അതൊക്കെ എടുത്തു മാറ്റിയില്ലേ? എന്നാ ഷാർജയിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് മാറും തനിയെ. ഇനി അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും സൗദിയിൽ ഇതെല്ലാം എടുത്തു മാറ്റും, ഉറപ്പാണ്. ഈ ഒരു മാറ്റം ഈ അടുത്ത കാലത്ത്, അതായത് 2018 ശേഷമാണ് സൗദിയിൽ വന്നത്. സംരംഭ രംഗത്ത് തന്നെ സ്ത്രീകളുടെ സ്വാധീനം ഇന്ന് ഒരുപാട് വലുതാണ്. അതായത് 40% സ്ത്രീകളാണ് ഇന്ന് സൗദി സംരംഭകരായിട്ടുള്ളത്. ബാക്കി 60% പുരുഷന്മാർ. ഇനി വരുന്ന 2-3 വർഷത്തിനുള്ളിൽ അതിൽ വലിയൊരു ചേഞ്ചാണ് സംഭവിക്കാൻ പോകുന്നത്. ഈ സൗദി സ്ത്രീ സംരംഭകർക്കിടയിൽ ധാരാളം പണമൊക്കെ ഉണ്ട്. അതിനാൽ തന്നെ അവർ വളരുക തന്നെ ചെയ്യും, ഉറപ്പാണ്. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, സൗദിയുടെ ഈ ഒരു മാറ്റം ഏറ്റവും കൂടുതൽ പ്രതിഫലിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ പ്രതിഫലിക്കാൻ പോകുന്നത് കേരളത്തെയാണ്. ഈ സൗദിയിൽ നിന്നുമാണ് സലഫിസും വഹാബിസും മലപ്പുറം കോഴിക്കോട് ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചിരിക്കുന്നത്. ഈ പർദ്ദ ഹിജാബും ഈ കൈയും കാലും സോക്സ് ഇട്ട് നടക്കുന്നതും എല്ലാം സൗദിയിൽ നിന്നും പറിച്ചെടുത്ത ഒന്നായിരുന്നു. കേരളത്തിലെ മുസ്ലിം സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചതെല്ലാം സൗദിയുടെ റിഫ്ലക്ഷൻ ആയിരുന്നു. 5ഉം 10ഉം പേരെ വിവാഹം കഴിക്കുന്ന സിസ്റ്റം, ഇതെല്ലാം വന്നത് സൗദിയിൽ നിന്നുമാണ്. ഇനി കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് ഇതിലൊരു മാറ്റം വരും. പിന്നെ സൗദിയുടെ ഈ ഒരു ഭരണ പരിഷ്കരണം ഒരു തരത്തിൽ സൗദിയുടെ വളർച്ചയ്ക്ക് ഒരു തടസ്സമായി മതം മാറിയപ്പോൾ എടുത്തു മാറ്റിയതൊന്നാണ്. സൗദിയിൽ അല്ലെങ്കിൽ റവന്യൂ കുറയും. ഈ മതവും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നാൽ അല്ലെങ്കിൽ
സൗദിയിൽ താമസിക്കാൻ ആരും തയ്യാറാവുകയില്ല. തൊഴിലവസരങ്ങൾ എത്രയുണ്ടെന്ന് പറഞ്ഞാലും സ്വാതന്ത്ര്യമില്ലെങ്കിൽ ആരും അവിടെ താമസിക്കാൻ തയ്യാറാകില്ല. ടൂറിസത്തെ ബാധിക്കും. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നത്. ഇനി വരും നാളുകളിൽ സൗദിയിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കാത്തിരിക്കാം. സൗദിയുടെ പ്രധാന നിയമമായ ശരിയ നിയമം എടുത്തുകളയും. സ്ത്രീകൾക്ക് പരിപൂർണ സ്വാതന്ത്ര്യം സൗദിയിൽ വരും. എന്തിന്? LGBTQ ഇത് എല്ലാം വരും. ഒട്ടും വിദൂരമല്ല ഇതൊന്നും. സൗദി എല്ലാം അംഗീകരിക്കുന്ന ഒരു കാലം വരും, ഉറപ്പാണ്.